ഹലോ ഫ്രണ്ട്സ്, നമ്മൾ PSC ഹോട്ട് ഏരിയയുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക് അല്ലേ, അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യ നമ്മൾ കേരളത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഇനി ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. എല്ലാം കേട്ടോ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇതിനപ്പുറം എന്താണ്, ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പുതിയതടക്കം വന്നിട്ടുള്ള ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ട് അടക്കം നിങ്ങൾക്ക് പറഞ്ഞു തരും. കറണ്ട് അഫയറിന്റെ ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇപ്പൊ നമ്മൾ 13ാമത്തെ ക്ലാസ് ആണ് അല്ലേ. ഇനിയിപ്പോ നാളെ സൺഡേ ആണ്. 13 ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്തിരിക്കണം കേട്ടോ. 13 ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്തിരിക്കുക. അപ്പൊ കൂട്ടുകാരുടെ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഇട്ട് തന്നോട്ടെ എന്ന് ചോദിക്കാണ് കേട്ടോ. 2024 ജനുവരി മുതലുള്ള, അതേപോലെ ഇതിപ്പോ ഏതാ, നവംബർ ആയില്ലേ. ഈ നവംബർ വരെ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഓരോന്ന് ഇട്ട് തരട്ടെ. നിങ്ങൾ ഇപ്പം പഠിച്ചു വരുമോ എന്നാണ്. അപ്പോൾ അഭിപ്രായം ഒന്ന് താഴെ പറയാം. അല്ലെങ്കിൽ നാളെ തൊട്ടിട്ട് നമുക്ക് ഈ ഹോട്ട് ഏരിയയുടെ കൂടെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം, ഒരു ഹോട്ട് ഏരിയയും ഒരു ദിവസം. അപ്പൊ അങ്ങനെ 2 ക്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. എങ്കിൽ നാളെ തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തുടങ്ങാം കേട്ടോ. 2024 ജനുവരിത്തെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഫെബ്രുവരി, മാർച്ച് അങ്ങനെ വന്നിട്ട് നവംബർ വരെയുള്ളത് ചെയ്യാം കേട്ടോ. അപ്പൊ താഴെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യും എന്ന് എനിക്കറിയും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഇവിടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഒന്ന് താഴെ ഒന്ന് കൂട്ടുകാർ കമന്റ് ചെയ്തിട്ട് കൂടി പോകണം. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നല്ല നല്ല സന്തോഷം. നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പഠിക്കുന്നത് ഏത് ടോപ്പിക്കാ പറഞ്ഞത്, ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക് അല്ലെ. നാഷണൽ പാർക്ക് ഓക്കെ, പഠിച്ചു പോകാം. അപ്പോ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ, എന്തിനാണ് ഈ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങൾ നമ്മുടെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ, മൊത്തം ഇന്ത്യ എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കുറെ ഉണ്ട്, ഓരോരോ കുറെ ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക് ഒക്കെ ഉണ്ട് അല്ലെ. ഇത് ചോദ്യം വരാറുണ്ട്. എന്തിനാണ് ഈ നാഷണൽ പാർക്ക്, എന്തിനാണ് ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങള്, ഒരു മേഖലയിലെ ചരിത്ര സ്മാരകം, അതുപോലെ പ്രകൃതി വിഭവങ്ങള്, എന്തൊക്കെയാണ് പ്രകൃതി വിഭവങ്ങള്, പിന്നെയോ അതേപോലെ ഭൗമ സവിശേഷതകൾ, ഓക്കെ, ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ എന്തിനാണ്, വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളെയും കൂടി സംരക്ഷിക്കുന്നതിനെ രൂപീകരിക്കപ്പെട്ടവയാണ് ഏത്, നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങൾ ഉണ്ട്, 2022 കണക്ക് പ്രകാരം, ആസ് പെർ ഏതാണ് സോഴ്സ്, നമ്മുടെ വൈൽഡ് ലൈഫ് സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, വൈൽഡ് ലൈഫ് സർവേ ഓഫ് ഇന്ത്യ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106 എണ്ണമാണ് കേട്ടോ. ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106 എണ്ണമാണ്. ഓക്കെ, ഈ 106 എണ്ണം എന്ന് പറഞ്ഞു എങ്കിൽ ആദ്യം വന്ന ദേശീയോദ്യാനം ഏതാണ്, ആദ്യം വന്ന ദേശീയോദ്യാനം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്, ജിം കോർബറ്റ് ആണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തേത്. അതായത് 1936 നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു നാഷണൽ പാർക്ക് വരുന്നത്. ആദ്യത്തേത് 1936 ജിം കോർബറ്റ് ആണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് എവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ എവിടെയാണ്, നൈനിറ്റാളിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് 1936 ആദ്യം വന്നിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അതൊന്ന് പഠിച്ചല്ലോ. ഇനി ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഇതിന് ആദ്യം ജിം കോർബറ്റ് നല്ല പേരല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യത്തെ പേര് കൊടുത്തിരിക്കുന്നത് ഹെയ്ലി ദേശീയോദ്യാനം എന്നായിരുന്നു. ആദ്യം ഇതിന്റെ പേരെന്താണ്, ഹെയ്ലി ദേശീയ ഉദ്യാനം എന്നായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് മറ്റൊരു പേരുമുണ്ട്, രാംഗംഗ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്, ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. രാംഗംഗ എന്നറിയപ്പെടുന്നതും ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അത് പഠിച്ചല്ലോ. ഇനി നമുക്ക്
ആദ്യത്തേത് ഏതാന്ന് പഠിച്ചു എങ്കിൽ നമുക്ക് ഈ 106 ഏറ്റവും വലിയത് പഠിക്കണ്ടേ? ഏറ്റവും വലിയത് ഏതാണ്? ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്കാണ് കേട്ടോ. ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ. ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ് അല്ലെ? ഹിമപ്പുലികളെ കാണപ്പെടുന്നതൊക്കെ പഠിക്കാറുണ്ട്. ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ്? ലഡാക്കിലാണ്. എങ്കിൽ നമുക്ക് ചെറുത് പഠിക്കണ്ടേ? ആദ്യത്തേത് പഠിച്ചു, വലിയത് പഠിച്ചു, നമുക്ക് ചെറുത് പഠിക്കണം അല്ലേ? എങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ്? സൗത്ത് ബട്ടൺ ആൻഡമാൻ. സൗത്ത് ബട്ടൺ ആൻഡമാൻ. ഏതാണ്? സൗത്ത് ബട്ടൺ ആൻഡമാൻ ആണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇപ്പൊ 28 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ? 28 സ്റ്റേറ്റില് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം പഠിക്കണ്ടേ? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ് എന്ത്? 28 സംസ്ഥാനങ്ങളില് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് മധ്യപ്രദേശിലാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം അല്ലെ? നമുക്ക് 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അതില് ഏതാണ്? കേന്ദ്ര ഭരണ പ്രദേശം അല്ലെ? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയില്ലേ? ഒന്ന് റിവിഷൻ ചെയ്താലോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങൾ? ചരിത്ര സ്മാരകങ്ങൾ അല്ലെ? അതായത് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം പഠിച്ചു വരണേ. കൂർമ്മതയോട് കൂടിയിട്ടിരിക്കണം കേട്ടോ. മൈൻഡ് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലൂടെ എങ്ങനെ അങ്ങോട്ടും നമ്മുടെ തല ഇങ്ങനെ പോകണം കേട്ടോ. മനസ്സങ്ങനെ പിക്ചർ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഇവിടുന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അതിലേക്ക് പോകുക, ഇതിലേക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. മനസ്സ് അങ്ങനെ 28 സംസ്ഥാനങ്ങൾ, നമ്മളിപ്പോൾ 28 സംസ്ഥാനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവണം. നമ്മളിപ്പോൾ കണ്ടിട്ടാണ്. നമ്മളിപ്പോൾ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവില്ല ഗുജറാത്ത് എങ്ങനെയായിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ഊഹിക്കാം. അതേപോലെ 28 സംസ്ഥാനങ്ങളിലൂടെ നമ്മുടെ മൈൻഡ് ഒന്ന് പ്രവേശിക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ പഠിച്ചു പോകാം കേട്ടോ. വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ചരിത്ര സ്മാരകങ്ങള്, പ്രകൃതി വിഭവങ്ങള്, ഭൗമ സവിശേഷതകളൊക്കെ സംരക്ഷിക്കുന്നതിനെയാണ് ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 106 എണ്ണം ഉണ്ട്. എത്രയാണ്? 106 ദേശീയോദ്യാനങ്ങളുണ്ട്. ആദ്യത്തേത് ജിം കോർബറ്റ് ആണ്. 1936 ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് വന്നത്. പക്ഷെ ജിം കോർബറ്റിന്റെ വരുന്ന സമയത്തുള്ള പേര് ഹെയ്ലി ആയിരുന്നു. ഹെയ്ലി ദേശീയോദ്യാനം എന്നായിരുന്നു. പിന്നെ ജിം കോർബറ്റിന് മറ്റൊരു പേരുണ്ട്, രാംഗംഗ എന്നുണ്ട്. അപ്പൊ രാംഗംഗ, ഹെയ്ലി, ജിം കോർബറ്റ് ഇത് മൂന്നും ഒരാൾ തന്നെയാണ് കേട്ടോ. എന്താണ്? രാംഗംഗ, ഹെയ്ലി, ജിം കോർബറ്റ് മൂന്നും ഒരേ ദേശീയോദ്യാനം തന്നെയാണ്. ഇനി ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ 106 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ ഹെമിസ് ആണ്. ഹെമിസ് നാഷണൽ പാർക്കാണ്. ലഡാക്കിലാണ്. ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ബട്ടൺ ആൻഡമാൻ ആണ്. പിന്നെ 28 സംസ്ഥാനങ്ങളില് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പൊ മധ്യപ്രദേശ് മറക്കാൻ പാടില്ല, ആൻഡമാൻ നിക്കോബാറിനെയും മറക്കാൻ പാടില്ല. നിങ്ങൾക്കിപ്പോ ഞാൻ 28 സംസ്ഥാനമുള്ള ഇന്ത്യ, 28 സംസ്ഥാനമുള്ള ഇന്ത്യ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതും ഞാനിങ്ങനെ പറയുന്നത് അത് മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. നമുക്ക് 28 എത്ര സംസ്ഥാനങ്ങളാണ് ചോദിക്കാറുണ്ട്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും 28 എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഇനി ദേശീയ ഉദ്യാനം ഇല്ലാത്ത സംസ്ഥാനം, നമ്മുടെ 28 ഇതില് ദേശീയോദ്യാനം ഇല്ല. എവിടെയാണ്? ദേശീയോദ്യാനം ഇല്ലാത്ത ഒരു സംസ്ഥാനം ഉണ്ട്. എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബില് ദേശീയോദ്യാനങ്ങള് ഇല്ല. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഉണ്ട്. ഒഴുകുന്നത്. ഓക്കെ. നമ്മുടെ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ, ലോകത്തിൽ, ഇന്ത്യയിലല്ല, ലോകത്തിൽ തന്നെ ആകെ ഒന്നേ ഉള്ളൂ ഒഴുകുന്ന ദേശീയോദ്യാനം. അത് ഏതാണ്? കീബുൾ ലംജാവോ. ഓക്കെ ആണല്ലോ. ഇത് എവിടെയാണെന്നറിയോ? മണിപ്പൂരിലാണ്. കീബുൾ ലംജാവോ എവിടെയാണ്? മണിപ്പൂരിലാണ്. ഏത് തടാകത്തിലാണിത്? ലോക്തക് തടാകത്തിലാണ് കേട്ടോ. ലോക്തക് തടാകത്തിലാണ്. ഇത് പഠിക്കണം കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. ലോക്തക് തടാകത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഒഴുകുന്നത് കേട്ടോ. ഇനി
കൈഗ നമ്മുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനില്ലേ, കൈഗ കർണാടകയിലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് അൻഷി ട്ടോ. പ്രീവിയസ് ആയിട്ട് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, അൻഷി ദേശീയോദ്യാനം എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട്. കർണാടക, കൈഗ കർണാടകയാണ് കേട്ടോ. കൈഗ എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട്, കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട്, കർണാടകയിലാണ് കേട്ടോ. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അൻഷിയാണ് കേട്ടോ. ഇനി നമ്മുടെ ജംഗിൾ ബുക്ക് അല്ലെ, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, ജംഗിൾ ബുക്ക് കാണാറുണ്ട്. ആരുടെയാണ് ഈ ജംഗിൾ ബുക്ക്? റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെയാണ് അല്ലെ, റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെയാണ് ജംഗിൾ ബുക്ക് അല്ലെ. ആ ഒരു കഥയില് പരാമർശിക്കുന്നുണ്ട് ഒരു ദേശീയോദ്യാനത്തെ കുറിച്ചിട്ട്. അതേതാണ്? കൻഹയാണ് കേട്ടോ. കൻഹ ദേശീയോദ്യാനത്തെ കുറിച്ചിട്ടാണ് ജംഗിൾ ബുക്കിൽ, റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയില് പരാമർശിക്കുന്നത്. കൻഹ ദേശീയോദ്യാനമാണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ ഭൂട്ടാനില്ലേ, നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാന്, ആ ഇന്ത്യക്കും ഭൂട്ടാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ഏതാണ്? മനാസ് കേട്ടോ. മനാസ് നാഷണൽ പാർക്ക് കേട്ടോ. മനാസ് ദേശീയോദ്യാനം, നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും വേറെ വേറെ ആയിട്ട് പഠിക്കാൻ പാടില്ല. ഓക്കെ, ഇന്ത്യ ഭൂട്ടാന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് മനാസ് നാഷണൽ പാർക്ക് കേട്ടോ. ഇനി മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം. ഒക്കെയാണോ? എവിടെയാണിത്? അസമിലാണ് കേട്ടോ. അസമിലാണ് പഠിക്കണം കേട്ടോ. അതായത് നമ്മുടെ അസമിന്റെ ഒരു നദിയുണ്ട്. അസമിലെ ഏതാണ് നദി? അസമിലെ ഹിമാലയൻ നദികളിൽ ഒരാൾ അസമിലുണ്ട്. ഏത് നദിയാണ്? ബ്രഹ്മപുത്ര അല്ലെ. ഈ ബ്രഹ്മപുത്ര നദിയോട് ചേർന്നിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചീങ്കണ്ണി ഉണ്ടല്ലോ, ചീങ്കണ്ണി, അതിന് തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒറാങ് നാഷണൽ പാർക്കിന്റെ വിസ്തൃതി എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടാൻ ഈ അടുത്തായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി കൂട്ടാനാണ് ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി എന്ന് ചോദിച്ചാൽ, നമ്മുടെ അസമിലെ ബ്രഹ്മപുത്ര നദിയോട് ചേർന്നിട്ടുള്ള ദേശീയ ഉദ്യാനത്തില്, ഏത് ദേശീയോദ്യാനം? ഒറാങ് ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി കൂട്ടാനായിട്ടാണ് ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കിയത്. കാരണം ഇവിടെ ആരെ കൊണ്ടുവരണം? ചീങ്കണ്ണിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇട്ടാവ ലയൺ സഫാരി പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഇട്ടാവ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇട്ടാവ ലയൺ സഫാരി പാർക്ക് കേട്ടോ. ഇട്ടാവ ലയൺ സഫാരി പാർക്ക് നമ്മൾ പറയാറില്ലേ, നമ്മുടെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നമ്മൾ തെന്മല എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറില്ലേ? അതുപോലെ നമ്മുടെ ഇട്ടാവ ലയൺ സഫാരി പാർക്ക് എവിടെ വന്നത്? ഉത്തർപ്രദേശിലാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെയാണ് ഒരു ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഉണ്ട്. ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബന്നാർഘട്ടയാണ്. എവിടെയാണ്? ബട്ടർഫ്ലൈ. കണ്ടോ, ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അതേ വാക്കുള്ള ദേശീയോദ്യാനം എടുക്കുക കേട്ടോ. ബന്നാർഘട്ട. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എവിടെയെന്ന് അറിയില്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അല്ലെ, കർണാടക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചാ നമുക്കൊന്നും കൂടി നോക്കിയാലോ. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഒരേ ഒരു ദേശീയോദ്യാനം ഒഴുകുന്നതുള്ളൂ, കീബിൾ ലംചാവോ ആണ്, മണിപ്പൂരിലാണ്, ലോക്തക് തടാകത്തിലാണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്നതാണ് അൻഷി, കർണാടക. അൻഷി ദേശീയോദ്യാനം കർണാടകയിലാണ്. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ കൻഹയാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ മനാസ് ആണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ്. ഇട്ടാവ നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഇട്ടാവ ലയൺ സഫാരി പാർക്ക് ഉത്തർപ്രദേശിലാണ്. ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ബന്നാർഘട്ട, കർണാടകയിൽ. ഇനി അതേപോലെ ഈ ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത്, ലാൻഡ് ഓഫ്
സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ബാൽപാക്രമാണ്. ഏതാണ്? ബാൽപാക്രം. ബാൽപാക്രം നാഷണൽ പാർക്കാണ്. മേഘാലയയിലാണ് കേട്ടോ. മേഘാലയയിലാണ്. ഓക്കെ. ഇനി അതേപോലെ നമ്മുടെ കെൻ നദിക്കരയുണ്ട്. ഒരു നദി ഏതാണ്? കെൻ നദിക്കരികില് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. കെൻ പന്ന കേട്ടോ. കെൻ പന്ന കേട്ടോ. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ പന്ന ദേശീയോദ്യാനമാണ്. മധ്യപ്രദേശാണ്. എപ്പോഴും ചോദ്യം വരാറുണ്ട് പന്ന ദേശീയോദ്യാനം എവിടെയെന്ന് ചോദിക്കാറുണ്ട്. മധ്യപ്രദേശിലാണ് കേട്ടോ. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? തഡോബയാണ്. ഏതാണ്? തഡോബ. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്നത് തഡോബയാണ്. മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. MG എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധി എന്നാണ്. മഹാത്മാഗാന്ധി ഇത് പ്രീവിയസ് ആണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെൻഡോറിലാണ്. എവിടെയാണ്? വെൻഡോർ എവിടെയാണ്? ആൻഡമാൻ ദ്വീപുകളിലാണ് കേട്ടോ. ആൻഡമാൻ ദ്വീപുകളിലാണ് കേട്ടോ. വെൻഡോർ MG മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട്, കിഴക്ക് പറയുമ്പോൾ എവിടെയാണ്? അരുണാചൽ പ്രദേശ് ആണ് വരിക അല്ലെ. ഏറ്റവും കിഴക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഏതാണ്? കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. ആ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ നംദഫയാണ്. ഏതാണ്? നംദഫ. അരുണാചൽ. നംദഫ എവിടെയാണ്? അരുണാചലിലാണ്. ഇനി ഓറഞ്ച് നിറത്തിലുള്ള, എങ്ങനെയാണ്? ഓറഞ്ച് നിറത്തിലുള്ള എന്തിനെ കാണപ്പെടുന്നുണ്ടെന്ന് അറിയോ? വവ്വാല്. ഓറഞ്ച് നിറത്തിലുള്ള വവ്വാലിനെ കണ്ടെത്തിയിട്ടുള്ള ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ കങ്കർവാലിയാണ് കേട്ടോ. കങ്കർവാലി ദേശീയോദ്യാനത്തില് നമ്മൾ വവ്വാല് രാത്രിയൊക്കെ നമ്മൾ ഒരു ബ്ലാക്ക് കളറിലൊക്കെ കാണൂല്ലേ? പക്ഷെ ഇവിടെ ഓറഞ്ച് കളറിലുള്ള വവ്വാലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട് കങ്കർവാലി ദേശീയോദ്യാനത്തില്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഏത് ദേശീയോദ്യാനമാണ്? ബാൽപാക്രം. എവിടെ? മേഘാലയ. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പന്ന ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബയാണ്. മഹാരാഷ്ട്രയിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വെൻഡോറിലാണ്. അതായത് ആൻഡമാൻ ദ്വീപുകളില്. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നംദഫ, അരുണാചൽ പ്രദേശ്. ഓറഞ്ച് നിറത്തിലുള്ള വവ്വാലുകളെ കണ്ടെത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ കങ്കർവാലി ദേശീയോദ്യാനം. നമ്മള് ഇന്ത്യയില് 106 ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ. എത്രയാണ്? 106 എണ്ണം പഠിച്ചു. ആ 106 106ാമത് വന്ന ദേശീയോദ്യാനം ഏതാണ്? 106ാമതായിട്ട് നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതാണ്? ദഹിങ് പട്കായി. അതാണ് ദഹിങ് പട്കായി ട്ടോ. ദഹിങ് പട്കായി ദേശീയോദ്യാനം അസമിലാണ് ട്ടോ. ദഹിങ് പട്കായി ഏതാണ്? ദഹിങ് പട്കായി അസമിലാണ്. ഇനി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ, നമ്മളൊക്കെ ക്വാറന്റൈനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ കോവിഡ് വന്ന സമയത്തൊക്കെ. എങ്കില് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ചത് ഏത് ദേശീയോദ്യാനത്തിലാണ്? നമ്മുടെ ആദ്യം വന്നില്ലേ ദേശീയോദ്യാനം 36 അതിലാണ്, ജിം കോർബറ്റിലാണ് ക്വാറന്റൈൻ സെന്റർ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചത് കേട്ടോ. അതുപോലെ സാറ്റലൈറ്റ് ഫോണ്, ആ ദേശീയോദ്യാനത്തിന്റെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ സാറ്റലൈറ്റ് ഫോണിൽ ഉണ്ടല്ലോ, ഈ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച ഒരു ദേശീയോദ്യാനമുണ്ട്. അതാണ് കാസിരംഗ കേട്ടോ. കാസിരംഗയില് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചു. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ചീറ്റപ്പുലി സങ്കേതം എവിടെയാണെന്നറിയോ? ചീറ്റപ്പുലി സങ്കേതം, ഇന്ത്യയിലെ ആദ്യത്തെ ചീറ്റപ്പുലി സങ്കേതം കുനോ നാഷണൽ പാർക്കിലാണ് കേട്ടോ. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയില് ആദ്യത്തെ കടൽ പശു ഏതാണ്? കടൽ പശു കൺസർവേഷൻ സെന്റർ. കടൽ പശു
കൺസർവേഷൻ സെന്റർ, കൺസർവേഷൻ സെന്റർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ്. ഓക്കെ, ഏതാണ്? പാക് ബേ ആണ് കേട്ടോ. ഏതാണ്? പാക് ബേ. പാക് ബേ എവിടെയാണിത്? ഈ പാക് ബേ തമിഴ്നാടാണ് കേട്ടോ. പാക് ബേ തമിഴ്നാട്. കടൽ പശു കൺസർവേഷൻ റിസർവ് കേട്ടോ. കൺസർവേഷൻ റിസർവ് പാക് ബേയിലാണ്, തമിഴ്നാട്ടിലാണ്. ഇനി അതേപോലെ ഈ ഡാൻസിങ് ഡിയേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഡാൻസിങ് പറയുമ്പോൾ തന്നെ ഡിയേഴ്സ്, മാനുകളുടെ ഡാൻസിങ് ഡിയേഴ്സ്, അത് ഏതിലാണ്? അതായത് സാങ്ഖായി മാനുകൾ ഉണ്ടല്ലോ, സാങ്ഖായി മാൻ, അത് കാണപ്പെടുന്നത് എവിടെ? ഈ സാങ്ഖായി മാനിന്റെ പ്രത്യേകതയാണ് എന്താണ്? ഡാൻസിങ് ഡിയേഴ്സ് ആണ് കേട്ടോ. ഡാൻസ് അതായത് നൃത്തം ചെയ്യുന്ന മാൻ. ഓക്കെ, ഡാൻസിങ് ഡിയേഴ്സ് ഏതാ? ഡാൻസിങ് ഡിയേഴ്സ് എന്നറിയപ്പെടുന്ന മാൻ ഏതാന്ന് ചോദിച്ചാൽ സാങ്ഖായി മാനാണ്. ഇത് കാണപ്പെടുന്നത് കീബുൾ ലെംചാവോയിലാണ് കേട്ടോ. കീബുൾ ലെംചാവോവിന്റെ നമ്മൾ പ്രത്യേകത എന്താ നേരത്തെ പഠിച്ചത്? കീബുൾ ലെംചാവോ എന്താണ് പഠിച്ചത്? നേരത്തെ ഞാൻ ഈ കീബുൾ ലെംചാവോയെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തിലെ തന്നെ എന്താണ് ഒഴുകുന്ന ദേശീയ ഉദ്യാനം അല്ലെ, കീബുൾ ലെംചാവോ അല്ലെ, ലോക്തക് തടാകത്തില് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, മണിപ്പൂരിൽ അല്ലെ. അപ്പൊ സാങ്ഖായി മാനുകളെ കാണപ്പെടുന്നത്, സാങ്ഖായി മാനിന്റെ മറ്റൊരു സവിശേഷതയാണ് ഡാൻസിങ് ഡിയേഴ്സ് എന്നറിയപ്പെടുന്നത്. അത് കീബുൾ ലെംചാവോയിലാണ്. ഇനി ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഏഷ്യൻ സിംഹങ്ങളെ സിംഹം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കിട്ടണം ഗിർ അല്ലെ. നമ്മൾ ലയൺ പറയുമ്പോൾ അങ്ങനെ പറയാറില്ലേ? ഗിർ ദേശീയ ഉദ്യാനത്തിലാണ് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഗിർ എവിടെയാണ്? ഗുജറാത്തില്. അല്ലെ, ഗുജറാത്തില് കേട്ടോ. ഗുജറാത്തില് ജുനഗഡ് ജില്ലയിൽ കേട്ടോ. ജുനഗഡ് ജില്ലയിലാണ് ഏഷ്യൻ സിംഹങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒറ്റക്കൊമ്പൻ കാട്ടാമൃഗങ്ങളെ, ഇത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇത് വേഗം കിട്ടിയിട്ടുണ്ടാവും. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? കാസിരംഗയാണ് കേട്ടോ. കാസിരംഗ എവിടെയാണ്? അസമിൽ അല്ലെ. കാസിരംഗ അസമിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ഇന്ത്യയില് 106 ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. 106ാമതായിട്ട് വന്നത് ദഹിങ് പട്കായി ദേശീയോദ്യാനമാണ്, അസമിലത്തെ. പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ചത് ഏത് ദേശീയോദ്യാനത്തിലെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റിലാണ്. അതായത് 1936 വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ദേശീയോദ്യാനത്തിന് തന്നെ എന്ത് ചെയ്തു? ആ ഒരു പരിഗണന കൊടുത്തു അല്ലെ. അതുപോലെ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കാൻ അനുമതി കൊടുത്ത ദേശീയോദ്യാനം അതും കാസിരംഗയിലാണ് കേട്ടോ. സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തത് കാസിരംഗയിലാണ്. ചീറ്റപ്പുരി സങ്കേതം എവിടെയാണ്? കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ് ചീറ്റപ്പുരി സങ്കേതമാണ് കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശില്. അതുപോലെ കടൽ പശു കൺസർവേഷൻ റിസർവ് ആരംഭിച്ചിരിക്കുന്നത് പാക് ബേയിലാണ്, തമിഴ്നാട്ടിലെ. സാങ്ഖായി മാൻ, ഡാൻസിങ് ഡിയേഴ്സ് എന്നറിയപ്പെടുന്ന സാങ്ഖായി മാനുകൾ കാണപ്പെടുന്നത് കീബുൾ ലെംചാവോയിലാണ്. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് ഗിർ നാഷണൽ പാർക്കിലാണ്, ഗുജറാത്ത് ജുനഗഡ് ജില്ലയിലത്തെ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് കാസിരംഗയിലാണ്, അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക്. ഹിമപ്പുലികളെ സംരക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഹിമപ്പുലി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹിമപ്പുലി സംരക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഹെമിസ് നാഷണൽ പാർക്കിലാണ് അല്ലെ. ഹിമപ്പുലി എവിടെയാണ്? ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ്? നേരത്തെ പഠിച്ചു, ലഡാക്ക് അല്ലെ, ലഡാക്ക്. പിന്നെ ഈ കാശ്മീരി മാനുകളെ സംരക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഡച്ചിങ്ഹാമിലാണ് കേട്ടോ. ഡച്ചിങ്ഹാം എന്ന് പറയും. ഡച്ചിങ്ഹാം നമ്മളത് വായിക്കുമ്പോൾ ആ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അങ്ങനെ പറയും, അല്ലെങ്കിൽ എന്താണ് ദച്ചിങ്ഹാം എന്നും പറയും കേട്ടോ. ദച്ചിങ്ഹാം ദേശീയ ഉദ്യാനത്തിലാണ് കാശ്മീരി മാനുകളെ സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുതലി ഉണ്ടല്ലോ, മുതലകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? മുതലകളുടെ ആവാസ കേന്ദ്രമുള്ളത് ഏതാണ്? ഭിത്തർഗണിക ദേശീയോദ്യാനത്തിലാണ് കേട്ടോ. ഭിത്തർഗണിക ദേശീയ ഉദ്യാനം എവിടെയാണ്? ഭിത്തർഗണിക ഒഡീഷയിൽ കേട്ടോ. ഒഡീഷയിൽ അതില് മുതലകളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ബെല്ലാരി കേട്ടോ, കർണാടകയിലാണ്. ബെല്ലാരി, കർണാടക. അടൽ സുവോളജിക്കൽ
അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് ബെല്ലാരിയിലാണ്, കർണാടകയിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് പഠിച്ചവരൊക്കെ ഒപ്പം റിവിഷൻ ചെയ്ത് വരേണ്ട. പറയാൻ കഴിയുന്നുണ്ടോ എന്നറിയണം. നിങ്ങൾക്കത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം എന്താണ്? ഓക്കെ ആണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? കുടക്. കുടക് മൈസൂര്. കുടക് മൈസൂര്. പിന്നെ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഇത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് പറഞ്ഞു. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെയിൽ. പൂനെ. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? തിരുപ്പൂരാണ് കേട്ടോ. തിരുപ്പൂർ എവിടെ? കോയമ്പത്തൂർ അല്ലെ? കോയമ്പത്തൂർ. ഓക്കെ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂര്, കോയമ്പത്തൂർ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക്, ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. കാരണം നാഷണൽ പാർക്കും സുവോളജിക്കൽ പാർക്കും രണ്ടിടത്താണ്. അപ്പോൾ പഠിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട്. 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം. വിശാഖപട്ടണം. ഇനി സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മുംബൈ. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനമാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കില്. കാശ്മീരി മാനുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? ഡച്ചിങ്ഹാമിലാണ്. ഡച്ചിങ്ഹാം ദേശീയ ഉദ്യാനത്തിലാണ്. അതുപോലെ മുതലകളെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ബിതർഗണികയാണ് കേട്ടോ. മുതലകളെ സംരക്ഷിച്ചിരിക്കുന്നത് ബിതർഗണിക ഒഡീഷയിലാണ്. വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് ബെല്ലാരി, കർണാടക. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ കുടക്ക്, മൈസൂര്. പക്ഷെ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയിലാണ് കേട്ടോ. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂര്, കോയമ്പത്തൂർ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം. വിശാഖപട്ടണം. ഇനി സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മുംബൈയിലാണ്. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ദുങ്കോങ് കൺസർവേഷൻ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്ടിൽ കേട്ടോ. എന്താണ് പറഞ്ഞത്? ദുഗോങ്. എന്താണ്? ദുഗോങ്. ദുഗോങ് കേട്ടോ. ദുഗോങ് കൺസർവേഷൻ റിസർവ്. നമ്മൾ നേരത്തെ കടൽ പശു പറഞ്ഞു അല്ലെ? ഇവിടെ ദുഗോങ് കൺസർവേഷൻ റിസർവ്. എന്താണ് ഈ ദുഗോങ് കൺസർവേഷൻ റിസർവ് പറഞ്ഞത്? അതായത് നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ എന്താണ്? കടലിലെ ഏറ്റവും വലിയ ഒരു സസ്യ ബുക്കാണ് കേട്ടോ. കടലിലത്തെ ഏറ്റവും വലിയ ഒരു സസ്യ ബുക്കാണ് ഏത്? ഈ ദുഗോങ് എന്ന് പറയുന്നത്. ഇതിനിപ്പോ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കൺസർവേഷൻ റിസർവ് വരുന്ന സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വരാൻ പോകുന്നുണ്ട്. ഇനി അതേപോലെ ഇന്ത്യയിലെ നമ്മുടെ ആദ്യത്തെ സ്ലൈൻഡർ ലോറിസ്, അതായത് ഈ കുട്ടിത്തേവാങ്ക് എന്ന് നമ്മൾ പറയാറില്ലേ? കുട്ടിത്തേവാങ്ക് നമ്മൾ തമാശക്കൊക്കെ പറയുന്നുണ്ടല്ലേ? കുട്ടികളെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ കുട്ടിത്തേവാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. ഈ കുട്ടിത്തേവാങ്ക് സാങ്ച്വറി നിലവിൽ വരാൻ പോകുകയാണ് കേട്ടോ. എവിടെയെന്നറിയോ? അതും തമിഴ്നാട്ടിലാണ് കേട്ടോ. കുട്ടിത്തേവാങ്ക് സാങ്ച്വറി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാട് കേട്ടോ. അതായത് ഈ കുട്ടിത്തേവാങ്കിന്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സ്ലെൻഡർ ലോറിസ് കേട്ടോ. സ്ലെൻഡർ ലോറിസ്. അപ്പൊ ഇതിന് സംരക്ഷിക്കാനായിട്ട് തമിഴ്നാട്ടിൽ വരാൻ പോകുന്നു കേട്ടോ. അതായത് ഇതിന്റെ പേര് ഈ തമിഴ്നാട്ടുകാരാണ് കൊണ്ടുവരുന്നത്. ഇനി ഇതിന്റെ കുട്ടിത്തേവാങ്കിനെ അല്ലെങ്കിൽ സ്ലെൻഡർ ലോറിസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ നാഷണൽ പാർക്കിന് ഇവർ ഇടാൻ പോകുന്ന പേര് കടവൂർ സ്ലെൻഡർ ലോറിസ് കേട്ടോ. കടവൂർ സ്ലെൻഡർ ലോറിസ് സാങ്ച്വറി എന്നാണ് തമിഴ്നാട് ഇതിന് പേരിടാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ പഠിച്ചത് ദുഗോങ് കൺസർവേഷൻ റിസർവ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാടാണ് പറഞ്ഞു. ഈ ദുഗോങ് എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന കടലിലത്തെ ഒരു സസ്യ ബുക്കാണ് ദുഗോങ്. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തമിഴ്നാട് ഒരുങ്ങുന്നത്. ഇനി കുട്ടിത്തേവാങ്ക്
അല്ലെങ്കിൽ കുട്ടിത്തേവാങ്കിന്റെ ഇംഗ്ലീഷിലെ പേരാണ് സ്ലെൻഡർ ലോറിസ്. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്ച്വറി ഇനി നിലവിൽ വരാൻ പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഇതൊക്കെ കറണ്ട് അഫെയർ ആണ് കേട്ടോ. അപ്പൊ അവർ പേരിട്ടിരിക്കുന്നത് കടവൂർ സ്ലെൻഡർ ലോറിസ് എന്നാണ് കേട്ടോ. ഇനി ചോദ്യം വരാം, കടവൂർ സ്ലെൻഡർ ലോറിസ് സാങ്ച്വറി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണെന്ന് നമുക്ക് അറിയണം. ഇനി ദിബ്രു-സെക്കോവ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ദിബ്രു-സെക്കോവ ദേശീയോദ്യാനം. ദിബ്രു-സെക്കോവ അസമിലാണ്. ദിബ്രു-സെക്കോവ എവിടെയാണ്? അസമിലാണ്. അസമിലാകുമ്പോൾ ഏത് നദി ആയിരിക്കണം? ബ്രഹ്മപുത്ര ആയിരിക്കണം അല്ലേ? ബ്രഹ്മപുത്ര. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം നൽ സരോവർ ആണ് അല്ലേ? നൽ സരോവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? നൽ സരോവർ ആണ് അല്ലേ? അത് അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. മണൽ സമുദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്നറിയോ? മണൽ സമുദ്രം. മണൽ സമുദ്രം എന്ന് അറിയപ്പെടുന്ന 106 ദേശീയോദ്യാനങ്ങളില് ഒരു സമുദ്രം മണൽ സമുദ്രം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? അപ്പൊ മണൽ എന്നുള്ള പേര് തന്നെ ആയിരിക്കും അല്ലേ? ഡെസേർട്ട് നാഷണൽ പാർക്ക്. ഡെസേർട്ട് നാഷണൽ പാർക്കാണ്. ഇനി നമ്മുടെ ഗണ്ഡകി നദി ഉണ്ട് അല്ലേ? ഏതാണ്? ഗണ്ഡകി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, അതിന്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? വാൽമീകി ദേശീയോദ്യാനം അല്ലെ? വാൽമീകി ദേശീയ ഉദ്യാനമാണ് ഗണ്ഡകി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇനി വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം എവിടെയാണ്? ട്യൂലിപ്പ് ഗാർഡൻ എവിടെയാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി മെമ്മോറിയലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല, ഏഷ്യയിലെ തന്നെ കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ എവിടെയാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയലാണ്. ഈ ട്യൂലിപ്പ് ഗാർഡൻ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ട്യൂലിപ്പ് ഗാർഡൻ ഏതെന്ന് ചോദിച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ ആണ് ജമ്മു കാശ്മീരില് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഉള്ളത്. ഇനി ആദ്യത്തെ ട്യൂലിപ്പ് ഗാർഡൻ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. ആദ്യത്തെ ട്യൂലിപ്പ് ഗാർഡൻ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കുറെ പഠിച്ചു അല്ലെ? ദിബ്രു-സെക്കോവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അസമിലാണ്. ബ്രഹ്മപുത്ര. പിന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം നമ്മുടെ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഇത്? നൽ സരോവർ കേട്ടോ. നൽ സരോവർ. പിന്നെ പഠിച്ചു മണൽ സമുദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? ഡെസേർട്ട് നാഷണൽ പാർക്കാണ്. ഗണ്ഡകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നത് വാൽമീകിയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ പാർക്കുകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഏതൊക്കെ ദേശീയോദ്യാനങ്ങൾ ഉണ്ട് എന്നുള്ളത് പഠിക്കണം. നമുക്ക് ഗോവയിലെ ഒരു ദേശീയോദ്യാനം ഏതാണ്? ഗോവയിലത്തെ ഒരു ദേശീയോദ്യാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ഗോവയില് ഒരു ദേശീയോദ്യാനമുണ്ട്. പറയാൻ കഴിയുന്നുണ്ടോ? ഏതാണിത്? ഭഗവാൻ മഹാവീർ ദേശീയ ഉദ്യാനം ട്ടോ. ഭഗവാൻ മഹാവീർ ദേശീയോദ്യാനം, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് മൊല്ലം ട്ടോ. ഭഗവാൻ മഹാവീർ അല്ലെങ്കിൽ മൊല്ലം ദേശീയോദ്യാനം എവിടെ എന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. എവിടെയാണ്? ഗോവയിലാണ്. പഠിച്ചോ? ഇനി അരുണാചൽ പ്രദേശിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? നംദഫ. ഏതാണ്? നംദഫ ദേശീയോദ്യാനം, മൗലിംഗ് ദേശീയോദ്യാനവും. നംദഫയും മൗലിംഗും അരുണാചൽ പ്രദേശിലാണ്. ഇനി അടുത്തത് ബീഹാറില് പറയൂ. ബീഹാറത്തെ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചോളൂ. വാൽമീകി ദേശീയ ഉദ്യാനം. ഏതാണ്? വാൽമീകി ദേശീയ ഉദ്യാനം എവിടെയാണ്?
വാത്മീകി ദേശീയോദ്യാനം എവിടെയാണ്? ബീഹാറിലാണ്. അപ്പൊ 3 നോക്കുക. ഗോവയിലത്തെ ഭഗവാൻ മഹാവീർ അല്ലെങ്കിൽ മൊല്ലം ദേശീയോദ്യാനം ഗോവ, അരുണാചൽ പ്രദേശിലെ നംദഫയും മൗലിങ്ങും, ബീഹാറിലേതാണ് വാത്മീകി ദേശീയ ഉദ്യാനം. ഇനി ഗുജറാത്തില് ഗുജറാത്തിൽ ഏതാണ്? ഗുജറാത്തില് നമ്മൾ പഠിച്ചു ഗിർ അല്ലെ, ഗിർ ദേശീയ ഉദ്യാനം. പിന്നെ ഏതാണ്? ബ്ലാക്ക് ബക്ക്. ഏതാണ്? ബ്ലാക്ക് ബക്ക് കേട്ടോ, ബ്ലാക്ക് ബക്ക് ദേശീയ ഉദ്യാനം, ബ്ലാക്ക് ബക്ക് ദേശീയ ഉദ്യാനം. പിന്നെ അല്ലെങ്കിൽ അതിന്റെ പേര് മറ്റൊരു പേരുണ്ട് കേട്ടോ, വേലൗദർ എന്നുണ്ട്. ബ്ലാക്ക് ബക്ക് അല്ലെങ്കിൽ വേലൗദർ കേട്ടോ, വേലൗദർ എന്നുണ്ട്. പിന്നെ ഏതാണ് ഗുജറാത്തിലുള്ളത്? വൻസദ. ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ, വൻസദ. ഓക്കെ, വൻസദ. പിന്നെ വൻസദ മറൈൻ കേട്ടോ, വൻസദ മറൈന്. അത് 3 ഗുജറാത്തിൽ പഠിച്ചു വെക്കുക. പിന്നെ നമുക്കിനി അടുത്ത സ്റ്റേറ്റ് എടുക്കാം, ഛത്തീസ്ഗഡ്. ഏതാണ്? ഛത്തീസ്ഗഡ്. ഏതാണ് ഛത്തീസ്ഗഡിലുള്ളത്? ഛത്തീസ്ഗഡില് ഗുരു ഘാസിദാസ് കേട്ടോ, ഗുരു ഘാസിദാസ് അല്ലെങ്കിൽ ഗുരു ഘാസിദാസിന്റെ മറ്റൊരു പേരാണ് സഞ്ജയ്. ഓക്കെ, സഞ്ജയ്. പിന്നെ ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം. പിന്നെ കങ്കർവാലി കേട്ടോ, കങ്കർവാലി ദേശീയോദ്യാനം ഛത്തീസ്ഗഡ്. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിൽ എടുക്കാം. ഹിമാചൽ കൂടുതൽ ഉണ്ടാവും അല്ലെ, ഹിമാചൽ പറയുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ഏതാണ്? ഗ്രേറ്റ് ഹിമാലയൻ. ഏതാണ്? ഗ്രേറ്റ് ഹിമാലയൻ. ഓക്കെ, പിന്നെ ഏതാണ് വരിക? ഹിമാചൽ പ്രദേശിലുള്ളത് പിൻവാലി ദേശീയ, ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിൻവാലി ദേശീയോദ്യാനം ഹിമാചൽ പ്രദേശാണ്. അതുപോലെ ഇന്ദ്രർകില്ല ദേശീയ ഉദ്യാനം, ഗിർഗംഗ ദേശീയ ഉദ്യാനം, സിംബാൽബര ദേശീയ ഉദ്യാനം, ഇതൊക്കെ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗ്രേറ്റ് ഹിമാലയ, പിൻവാലി ദേശീയോദ്യാനം, ഇന്ദ്രർകില്ല ദേശീയോദ്യാനം, ഗിർഗംഗ ദേശീയോദ്യാനം, സിംബാൽബര ദേശീയോദ്യാനം ഒക്കെ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇനി ആന്ധ്രാപ്രദേശുള്ള ദേശീയോദ്യാനം ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീ വെങ്കിടേശ്വര ദേശീയോദ്യാനം. പിന്നെ രാജീവ് ഗാന്ധി ദേശീയോദ്യാനം. രാജീവ് ഗാന്ധി മറ്റൊരു പേരാണ് രാമേശ്വരൻ കേട്ടോ. രാജീവ് ഗാന്ധി ദേശീയോദ്യാനം. പാപിക്കൊണ്ട ദേശീയ ഉദ്യാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ശ്രീ വെങ്കിടേശ്വര, രാജീവ് ഗാന്ധി, പാപിക്കൊണ്ട കേട്ടോ, ആന്ധ്രാപ്രദേശിലാണ്. ഇനി അടുത്തത് അസമിലുള്ളത് ഏതൊക്കെയാണ്? അസം പെട്ടെന്ന് കിട്ടുണ്ടാവുമല്ലോ. കാസിരംഗ അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അസമിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കാസിരംഗ ദേശീയോദ്യാനം. പിന്നെ മനാസ്, പിന്നെ നമേരി, ദിബ്രു സെക്കോവ. അസമിലുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒറാങ് ദേശീയോദ്യാനം, രാജീവ് ഗാന്ധി ഒറാങ് ദേശീയ ഉദ്യാനം. റൈമോണ, ദഹിങ് പട്കായി, ഒറ്റ വാക്കാണ് കേട്ടോ, ദഹിങ് പട്കായി ദേശീയോദ്യാനം ഒക്കെ എവിടെയാണ്? അസമിലാണ്. ഇനി ജാർഖണ്ഡില് നമുക്ക് 106 പഠിച്ചു വെക്കാന്ന് പറഞ്ഞ കാര്യമല്ല, നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം പഠിക്കുക. ജാർഖണ്ഡില് ബെത്തില ദേശീയോദ്യാനം ഉണ്ടോ? ജാർഖണ്ഡിൽ ഏതാണ്? ബെത്തില. ഇനി കർണാടകയില് ഏതൊക്കെ വരും? കർണാടകയില് ബന്ദിപ്പൂർ ദേശീയോദ്യാനം, ബന്നാർഘട്ട. ഏതാണ്? ബന്ദിപ്പൂര്, ബന്നാർഘട്ട, അൻഷി, ഇമ്പോർട്ടന്റ് ഉള്ളതൊക്കെ പഠിക്കുക കേട്ടാ. അൻഷി, അതുപോലെ കുദ്രേമുഖ് ദേശീയോദ്യാനം, നാഗർഹോള, ഇതൊക്കെ എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. അതുപോലെ മണിപ്പൂര്
മണിപ്പൂരിൽ ഏതാണ്? കീബുൾ ലെംചാവോ. അത് പഠിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. കീബുൾ ലെംചാവോ, കീബുൾ ലെംചാവോ. പിന്നെ മേഘാലയയില് മേഘാലയയിൽ ഏതാണ് വരിക? ബാൽബക്ര, നോക്രെക്ക്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നോക്രെക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ നമുക്ക് പറയാം കേട്ടോ. നോക്രെക്ക്, കീബുൾ ലെംചാവോ, അതുപോലെ അൻഷി, ബന്ദിപ്പൂര്, കുദ്രേമുഖ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നാഗർഹോളയൊക്കെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി അതേപോലെ ഹരിയാനയിലെ സുൽത്താൻപൂർ ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട്. ഹരിയാന കേട്ടോ, സുൽത്താൻപൂർ എവിടെയാണ്? ഹരിയാന. അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാലേശ്വർ ഉണ്ട്, അത് ചോദിച്ചിട്ടില്ല. കാലേശ്വർ കേട്ടോ, അത് ഹരിയാനത്താണ്. ഇനി മധ്യപ്രദേശിലുള്ളത് ചോദിച്ചിട്ടുള്ളതൊക്കെ ഞാൻ പറയാം. കൻഹ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്? മധ്യപ്രദേശിലെ കൻഹ, പന്ന, കുനോ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഈ 3 ദേശീയോദ്യാനങ്ങളാണ് മധ്യപ്രദേശിലുള്ള ചോദിച്ചിട്ട്. കൻഹ, പന്ന, കുനോ. പിന്നെ മധ്യപ്രദേശില് മാധവ് ഉണ്ട്, മാധവ് ദേശീയോദ്യാനമുണ്ട്, ബന്ധവ്ഗഡ് ഉണ്ട്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും എല്ലാം തരുന്ന സമയത്ത്. ബന്ധവ്ഗഡ്, ഇന്ദിരാ പ്രിയദർശിനി. പിന്നെ അതുപോലെ വാൻ വിഹാർ, ഇതൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. വാൻ വിഹാർ, സഞ്ജയ് ദേശീയോദ്യാനം, സത്പുര. പിന്നെ ഡിനോസർ ഫോസിൽ, ഇതൊക്കെ എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടിക്ക് ചെയ്തതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ചോദിച്ചിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. തഡോബ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തഡോബ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പെഞ്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സഞ്ജയ് ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. കേട്ടോ. അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിലാണ് ഗുഗാമല് കേട്ടോ. ഞാൻ ചോദിച്ചത് ആദ്യം പറഞ്ഞുതരാം. ഗുഗാമല്, നൗഗാവോവൻ, പിന്നെ അത്രയൊക്കെ തന്നെ. ചന്ദോളി കേട്ടോ, ചന്ദോളി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ അത്രയും പഠിക്കുക. നാഗാലാൻഡിൽ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്താങ്കി, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഈ സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം ഇപ്പോൾ 1, 2 വരുന്നതുണ്ടാവല്ലോ. ഓരോ സംസ്ഥാനങ്ങളിൽ 1, 2 വെച്ചിട്ട് വരുന്നുണ്ട്. അവയൊക്കെ പഠിക്കുക. മറ്റുള്ളത് അധികം എന്ത് ചെയ്യുക, ഞാൻ പ്രീവിയസ് ആയിട്ട് വന്നത് മാത്രം അടയാളപ്പെടുത്തിയത് പഠിക്കുക. വേറെ എല്ലാം ഇരുന്നിട്ട് പഠിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് എന്താണ്, എക്സാമിന് വന്നാലും നമുക്കത് ആൻസർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എലിമിനേഷൻ ചെയ്തിട്ട് മാറ്റാൻ പറ്റും. കാരണം ഈ 1, 2 ഉള്ളതൊക്കെ നമ്മൾ അവിടെ പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇന്താങ്കി നാഗാലാൻഡിലാണെന്നുള്ളത് അറിയാമെങ്കിൽ അപ്പൊ 4 ഓപ്ഷനിൽ ഇപ്പൊ മഹാരാഷ്ട്രത്തെയാണ് തന്നത് എങ്കിൽ മഹാരാഷ്ട്രയിൽ താഴെ വരുന്ന മഹാരാഷ്ട്ര സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഇന്താങ്കി നമുക്ക് അവിടെ നിന്ന് മാറ്റാം. കാരണം ഇന്താങ്കി നാഗാലാൻഡിലാണ്. അപ്പൊ അങ്ങനെ 1, 2 ഉള്ള ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ടോ അതൊക്കെ പഠിച്ചു മാറ്റാം കേട്ടോ. അപ്പൊ നാഗാലാൻഡ് എവിടെയാണെന്നല്ല, ഇന്താങ്കി നാഷണൽ പാർക്ക് എവിടെയാണ്? നാഗാലാൻഡിലാണ് അല്ലേ. അതുപോലെ ഒഡീഷയിൽ ഇങ്ങനെ ഈ 2 ആൾക്കാരെയൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സിംലിപ്പാൽ എങ്ങനെയാണ്? സിംലിപ്പാല്. പിന്നെ ബിദർഗണിക, ഇത് ചോദിച്ചാണ്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ബിദർഗണികയും സിംലിപ്പാലും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ തമിഴ്നാട്ടില് ഗിണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്ടിലെ ഗിണ്ടി ദേശീയോദ്യാനം. നിലവിൽ ഇതിന്റെ അറിയപ്പെടുന്ന പേര് ഗിണ്ടി പുങ്ക ആണ് കേട്ടോ. ഗിണ്ടി പുങ്ക തമിഴ്നാട്ടിലാണ്. പിന്നെ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്ടിലാണ്. പിന്നെ ഇന്ദിരാഗാന്ധി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേട്ടോ. ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട്. മുതുമലൈ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. മുതുമലൈ ക്വസ്റ്റ്യൻ തമിഴ്നാട്. പിന്നെ മുഗർദി കേട്ടോ. ഇതൊക്കെ എവിടത്തെയാണ്? തമിഴ്നാട്ടിലെയാണ്. പിന്നെ മിസോറാമിലത്തെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ, അതുവരെയൊന്നും ചോദിച്ചിട്ടില്ല. മുർലിനും അതുപോലെ ഫാങ്പേ ഓക്കെ, ഇത് മിസോറാമിലുള്ളതാണ്. പിന്നെ രാജസ്ഥാനിലത്തെ ചോദിക്കാറുണ്ട്. രാജസ്ഥാനത്തെ രൺതംബോർ ചോദിച്ചിട്ടുണ്ട്. രൺതംബോർ ദേശീയോദ്യാനം
രാ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യും കേട്ടോ. രാജസ്ഥാൻ. കിയോലാഡിയോ ചോദിക്കാറുണ്ട്. കിയാലാഡിയോ ചോദിക്കാറുണ്ട്. സരിസ്ക ചോദിക്കാറുണ്ട്. സരിസ്ക ഇത് ചോദിച്ചിട്ടുണ്ട്. സരിസ്ക ദേശീയോദ്യാനം. പിന്നെ ഡെസേർട്ട്, അത് നമ്മൾ പറഞ്ഞില്ലേ മണൽ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം പഠിച്ചത്, അതിപ്പോ രാജസ്ഥാനിലാണല്ലോ. പിന്നെ മുകുന്ദ്ര ഹിൽസ് കേട്ടോ. മുകുന്ദ്ര ഹിൽസ്. ഓക്കെ, ഞാൻ അടയാളപ്പെടുത്തിയത് മാത്രം പഠിക്കുക. പിന്നെ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഉള്ളത് അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ തെലങ്കാനയിലുണ്ട്. അതൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ. പിന്നെ ഒരു നിങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് അനാവശ്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു ദേശീയോദ്യാനത്തെ കുറിച്ച്, ഒരു നാഷണൽ പാർക്കിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് കുറേ പറഞ്ഞു തന്നു. പിന്നെ മെയിനായിട്ട് ഓരോന്നിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ 1-2 ഉള്ളതൊക്കെ പഠിച്ചു വെക്കുക. അത്ര പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ അപ്പുറം ഒന്നും പഠിക്കേണ്ട. തെലങ്കാനയിലത്തെ ഒന്നും സാധാരണ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു തരാം. തെലങ്കാനയിൽ വന്നിട്ട് കാസു ബ്രഹ്മാനന്ദ, അതുപോലെ മഹാവീർ ഹരിണ, പിന്നെ മൃഗവാണി ദേശീയോദ്യാനം. തെലങ്കാനയിലാണ് മൃഗവാണി ദേശീയോദ്യാനം. അത് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനി സിക്കിമിലത്തെ പഠിക്കണം, അത് പഠിക്കണം. സിക്കിമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് സിക്കിമിലെ? കാഞ്ചൻജംഗ കേട്ടോ. സിക്കിമിൽ കാഞ്ചൻജംഗ ദേശീയോദ്യാനം ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏതൊക്കെയാണ്? സൈലന്റ് വാലി അല്ലേ? കേരളത്തില് സൈലന്റ് വാലി, പാമ്പാടും ചോല, പിന്നെ ഇരവികുളം, പിന്നെ ഏതാണ്? ഇരവികുളം, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, പിന്നെ ആനമുടിച്ചോല, പിന്നെ പെരിയാർ ദേശീയോദ്യാനം അല്ലേ? പക്ഷെ കേന്ദ്രത്തിന്റെ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ രേഖയിൽ അതിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നില്ല. പിന്നെ ഏതാ? പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിലുള്ളതൊന്ന് പഠിച്ചു വെച്ചോ. ദുധുവ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദുധുവ ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശില്. പിന്നെന്താ? ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, അവിടത്തേക്കാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ചോദിക്കാറുള്ളത്. ഉത്തരാഖണ്ഡില് ജിം കോർബറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നന്ദാദേവി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജിം കോർബറ്റ്, നന്ദാദേവി. വാലി ഓഫ് ഫ്ലവേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് പ്രീവിയസ് ആണ്. രാജാജി ദേശീയോദ്യാനം. അതുപോലെ ഗംഗോത്രി ദേശീയോദ്യാനം, അതുപോലെ ഗോവിന്ദ് ദേശീയോദ്യാനം. ഇതൊക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പിന്നെ എവിടത്തെ നമുക്ക് പഠിക്കാനുള്ളത്? പശ്ചിമ ബംഗാൾ അല്ലേ? പശ്ചിമ ബംഗാളില് സുന്ദർബൻസ് ചോദിക്കാറുണ്ട്. സുന്ദർബൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ വേറെ ഒന്നും പിന്നെ ഏതാണ്? ജൽദപ്പാറ. പിന്നെ പശ്ചിമ ബംഗാളില് നിയോറാവാലി, സിംഗാലില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബുക്സ് ദേശീയോദ്യാനം പശ്ചിമ ബംഗാൾ. ബുക്സ് കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് അതുപോലെ പഠിച്ചാൽ മതി. എൻ്റെ അപ്പുറം നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഇനി ലഡാക്കിലത്തെ പഠിക്കണേ കേട്ടോ. ലഡാക്കില് ഹെമിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലഡാക്കിൽ ഹെമിസ് പഠിക്കണം. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരില് ദച്ചിംഹാം പഠിക്കണം കേട്ടോ. പ്രീവിയസ് ആണ്. ദച്ചിംഹാം പഠിക്കണം. പിന്നെ സലിം അലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സലിം അലി. പിന്നെ ഇത് രണ്ടെണ്ണമാണ് ജമ്മു കാശ്മീരിൽ ചോദിക്കാറുള്ളത്. പിന്നെ ജമ്മു കാശ്മീരിൽ തന്നെ കാസിനാഗ് പറഞ്ഞിട്ടൊരു ദേശീയോദ്യാനമുണ്ട്. കാസിനാഗ്. പിന്നെ ക്രിസ്ത്യർ ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലുണ്ട്. പിന്നെ ആൻഡമാനിൽ കുറച്ച് പഠിക്കാറുണ്ട്, അതും ചോദിക്കാറുണ്ട്. ആൻഡമാനില് മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PQ ആണ്. മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം എവിടെയെന്ന് ചോദിക്കാറുണ്ട്? ആൻഡമാൻ. അതുപോലെ മിഡിൽ ബട്ടൺ, പിന്നെ മൗണ്ട് ഹാരിയറ്റ്. ഞാൻ കൈയക്ഷരം സ്പീഡ് വെറുതെ പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എഴുതാത്തത്. മൗണ്ട് ഹാരിയറ്റ്, സാഡിൽ പീക്ക്, ഇതൊക്കെ നമുക്കറിയാം. ആൻഡമാനിലാണെന്നുള്ളത് അറിയില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സാഡിൽ പീക്ക്. അതുപോലെ റാണി ഝാൻസി ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
റാണി ഝാൻസി. അപ്പൊ റാണി ഝാൻസിയും മഹാത്മാഗാന്ധി ആൻഡമാനിലാണ് കേട്ടോ. റാണി ഝാൻസി. ഓക്കെ. അതുപോലെ നോർത്ത് ബട്ടൺ ഐലാൻഡ്, മിഡിൽ ബട്ടൺ ഐലാൻഡ്, പിന്നെ ഗലത്തിയ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗലത്തിയ ആൻഡമാനിലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയോദ്യാനത്തെ കുറിച്ചിട്ട്. ലാസ്റ്റ് കൊണ്ട് ഒന്നും ഒരു ഇതായിട്ടുണ്ടാവില്ല, ഇത്രയൊക്കെ അങ്ങനെ പഠിക്കണ്ട, ഞാൻ തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് മെയിനായിട്ട് പഠിക്കുക. പിന്നെ പ്രീവിയസ് ആയിട്ട് ഞാൻ പ്രീവിയസ് പറഞ്ഞത് മാത്രം നന്നായിട്ട് നോട്ട് ചെയ്യാം. പിന്നെ 1-2 ഉള്ള സംസ്ഥാനങ്ങളിലത്തെ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് എലിമിനേഷൻ അങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇരുന്ന് വാരി വെച്ച് പഠിച്ചിട്ട് ഇപ്പൊ ഇത്രയും 106 നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ പഠിക്കാനും പോകണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചിട്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം. നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. എങ്കിൽ നാളെ മുതൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ഹോട്ട് ഏരിയയും പോകാം. അപ്പൊ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ താഴെ കമന്റ് ചെയ്തിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നാളെ ടോപ്പിക്ക് നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റണ്ട. 13 ടോപ്പിക്ക് റിവിഷൻ ചെയ്ത് മാറ്റണം. പിന്നെ അതിന്റെ അപ്പുറം ടോപ്പിക്ക് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പുതിയ SCERT ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. 5, 7, 9 ക്ലാസ്സിലെ സയൻസും സോഷ്യൽ സയൻസും ഒക്കെ തീർത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അവിടെ ക്ലാസ്സുകൾ ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. റിവിഷൻ ചെയ്യുമ്പോൾ അതൊക്കെ റിവിഷൻ ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാമിനൊക്കെ പുതിയ SCERT ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. പഠിച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ലേ, ബയോളജിയിലൊക്കെ ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ ബയോളജി എടുത്തപ്പോൾ തന്നെ ആദ്യം അതാണ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചവരെന്താണ് ക്വസ്റ്റ്യൻ വേഗം പോയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.